സർ, താരിഫ് യുദ്ധം നടക്കുകയാണല്ലോ. അപ്പോൾ ദിനം പ്രതി ട്രംപിന് ഓരോ ദിവസവും തോന്നുകയാണ് ഇന്നവന് ഇന്ന ദിവസം ഇന്ന പോലെ താരിഫ് കൊടുക്കാമെന്ന്. പക്ഷേ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് ഡി മിനിമസ് ഇളവ് അതുകൂടി പിൻവലിച്ചിരിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ്. എനിക്ക് അറിയേണ്ടത് എന്താണ് ഈ ഡി മിനിമസ് ഇളവ്, അത് എങ്ങനെ നമ്മളെ ബാധിക്കും, നമ്മളെ മാത്രമല്ല മറ്റു ലോകരാജ്യങ്ങളെയും ബാധിക്കും എന്നുള്ളത്. DHL ഉൾപ്പെടെയുള്ള പാഴ്സൽ കമ്പനികളൊക്കെ ഇതോടുകൂടി അങ്ങോട്ടേക്കുള്ള സർവീസൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് സാർ ഇത് പ്രതിഫലിക്കുക? ഈ പാഴ്സൽ എന്ന് പറയുന്ന സംഗതി ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി, പ്രൈമറിലി ഒരു ബിസിനസ് ആക്ടിവിറ്റി അല്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ കുട്ടികളും ചില ബന്ധുക്കളൊക്കെ അമേരിക്കയിലുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഇവിടുത്തെ ഒരു തൃശ്ശൂരുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ചില ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില മരുന്നുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയക്കാൻ ശ്രമിച്ച സമയത്ത് അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പം അത് ആൾമോസ്റ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ ഇപ്പം പോസ്റ്റൽ സർവീസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടുള്ളത്. ഇത് സസ്പെൻഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഒരു വ്യാപാരമായിട്ട് ട്രേഡായിട്ട് കാണുകയാണ് അമേരിക്ക കാണുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഇതിനും ഈ താരിഫ് ഏർപ്പെടുത്തുന്നു. അതായത് എനിക്ക് തോന്നുന്നു $800 അല്ലേ മുകളിലുള്ളതോ അതിന് താഴെയുള്ളതാണെന്ന് എനിക്കറിയില്ല. ആ ഒരു നിശ്ചിതമായിട്ടുള്ള തുകയ്ക്ക് $800 താഴെയുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇനി ബാധകമാകുമെന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ പാഴ്സലായിട്ട് പോകുന്ന ഒട്ടേറെ സംഗതികളുണ്ട്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഈ വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതും കൂടെ ഇതിനെയും ഈ ട്രേഡ് താരിഫിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണ ഈ ട്രേഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ ഷിപ്മെൻ്റ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രേഡിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഷിപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഈ പറഞ്ഞതുപോലുള്ള പാഴ്സലുകളാക്കുമ്പോൾ നമ്മുടെ ഈ പോസ്റ്റൽ ഉരുപ്പടികൾക്ക് പോലും അത് ബാധകമാവുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യ ഗവൺമെൻറ് പോലും അത് മാറ്റിവെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ കൺഫ്യൂഷനും കിടപ്പുണ്ട്. ഏതൊക്കെ രീതിയിലാണെന്ന് ഇപ്പോഴും നമുക്ക് നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയി തിരക്കി കഴിഞ്ഞാൽ പോലും അവർക്കൊരു കൃത്യമായ മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഇതിപ്പം 25 രാജ്യങ്ങൾ അങ്ങനെ ഈ രീതിയിൽ അങ്ങോട്ടുള്ള പാഴ്സൽ അയക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ DHLൻ്റെ ഈ പറഞ്ഞതുപോലെ അതുപോലുള്ള ഏജൻസികളൊക്കെ പാഴ്സൽ കൊറിയർ സർവീസുകളെല്ലാം അല്ലെങ്കിൽ പാഴ്സൽ സർവീസുകളെല്ലാം അത് നിർത്തിവെക്കുമെന്ന് പറയുമ്പോഴേക്ക് അത് സൂചിപ്പിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാഴ്സൽ എന്നുള്ളൊരു ആ ലോജിസ്റ്റിക്സ് അവിടെ ഏതാണ്ടൊരു സ്റ്റാൻഡ് സ്റ്റിലായി മാറിയിരിക്കുന്നുള്ളതാണ് സാധനം. ഇതിപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രേഡ് ടാരിഫിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ പറഞ്ഞതുപോലെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പം ഈ അമേരിക്ക എക്സ്ക്ലൂസീവ് ആവാൻ ശ്രമിച്ചുകൊണ്ടിട്ടുണ്ട്. ഇപ്പം അമേരിക്ക ഐസൊലേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. സാർ, ഇതിൽ ഞാൻ ഇത് ഇങ്ങനെ നോക്കുന്ന സമയത്തെ അതിൽ മനസ്സിലായ ഒരു കാര്യം, ഇതിലൂടെ ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യമാണ്. അതായത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സുലഭമായിട്ട് അമേരിക്കയിലേക്ക് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആ ഒരു കയറ്റുമതിയുടെ ഇറക്കുമതിയുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളൊരു വിശദീകരണം ഞാനിത് നോക്കുന്ന സമയത്ത് വായിച്ചുപോയി. ഇപ്പോൾ അമേരിക്കയുടെ ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ വിസ പരിശോധിക്കുന്നു, അതേപോലെ തന്നെ ആൾക്കാരെ നാട് കടത്തുന്നു, ഈ പാഴ്സലിൻ്റെ പുറത്തുള്ള താരിഫ് കൊണ്ടുവരും. ഇതിൻ്റെ എല്ലാം ഇപ്പോൾ പാഴ്സലിൻ്റെ പുറത്ത് താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം മയക്കുമരുന്ന് നടത്തുന്നതിന് താരിഫ് ഏർപ്പെടുത്തി എങ്ങനെ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുക? അപ്പോൾ അതിന് കർശനമായ നിയന്ത്രണങ്ങളോ അതല്ലെങ്കിൽ പരിശോധനയൊക്കെ അതിപ്പോൾ അമേരിക്കയിൽ ആൾറെഡി ഉണ്ട്. അതിനെ മറികടന്നുകൊണ്ടുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ മയക്കുമരുന്നുകളൊക്കെ അങ്ങോട്ട് എത്തിപ്പെടുന്നത്. പിന്നെ ഏത് സംവിധാനം ഒരിക്കലും ഒന്നും 100% ഫുൾ പ്രൂഫും അല്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പം നിലനിൽക്കുന്ന ഈ പാഴ്സൽ മേഖലയിലും ഈ പോസ്റ്റൽ മേഖലയിലും നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പാഴ്സൽ ഏജൻസികൾ തന്നെ എടുക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും എന്നുള്ള അവസ്ഥയുണ്ട് സാർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഈ ട്രേഡ് ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് പൊളിറ്റിക്കലായിട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ അമേരിക്ക ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഏറ്റുവാങ്ങാൻ പോകുന്ന രാജ്യം. കാരണം ഇപ്പോൾ ഐസൊലേറ്റഡ് ആയി കഴിഞ്ഞു.
അതെ. ഇപ്പൊ ലോകത്തിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാവുന്നു. ഇപ്പൊ തന്നെ ഇപ്പം കേരളത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കുക. കേരളത്തിൽ നിന്ന് ഇപ്പം പഴയതുപോലെ അമേരിക്കയ്ക്ക് പോകാമെന്നുള്ള ഒരു മറ്റേതല്ല, മലയാളിക്കെല്ലാം എങ്ങോട്ടെങ്കിലും കുടിയേറണം എന്നുള്ളൊരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് ജനിച്ചു വീഴുമ്പോഴേ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ചില പ്രദേശങ്ങളിലെ ഇപ്പം മധ്യ തിരുവിതാംകൂറൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളെയൊക്കെ വളർത്തുന്നത് നഴ്സാക്കി കയറ്റി അയക്കാനാണ്, അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള മാനസികാവസ്ഥയ്ക്ക് പോലും ഇപ്പം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിലേക്ക് ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു നമുക്കിതിനെ ഒരർത്ഥത്തിൽ നല്ലതായിട്ട് തന്നെ കാണാൻ തോന്നുന്നു. കാരണം വെച്ചാൽ നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനും നമ്മുടേതായിട്ടുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും ഇത്. അപ്പൊ ഇതിനെ ഈ ഒരു ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെ UPU എന്ന് പറയുന്ന യൂണിവേഴ്സൽ പാഴ്സൽ യൂണിയൻ, അപ്പൊ അവര് പോലും ഇതിന്റെ ഈ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ഈ വിവിധ രാജ്യങ്ങളിത് നിർത്തലാക്കിക്കൊണ്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള രീതിയിലേക്ക് അമേരിക്ക പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ട്രംപിന് സത്യത്തിൽ തിരിച്ചറിവ് കൂടിപ്പോയതാണോ, തിരിച്ചറിവ് ഇല്ലാതെ ആയതുകൊണ്ടാണോ ഈ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയെ എത്തിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ? അമേരിക്ക അതിൻ്റെ വളരെ സിമ്പിളാണ്. കാരണം വെച്ചാൽ ഈ അമേരിക്ക കഴിഞ്ഞ ഒരു കുറേ പതിറ്റാണ്ടുകളായിട്ട് ഈ ലോക പോലീസാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യമായിട്ട് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലോകത്തിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ്. ഡോളറിൻ്റെ ആധിപത്യം. അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ അവരുടെ ഈ ട്രംപ് എന്ന് പറയുന്ന സംഗതി, ട്രംപ് ഒരു പ്രതിനിധി മാത്രമാണ്. ട്രംപ് ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത് ശരിയല്ല. കാരണം അമേരിക്കൻ ജനത അനുഭവിക്കുന്ന എല്ലാവിധ ഫ്രസ്ട്രേഷൻസും എല്ലാവിധമായിട്ടുള്ള ആശങ്കകളും എല്ലാ സംഗതിയും ട്രംപ് അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് നമ്മൾ കാണേണ്ട സാധനം. പിന്നെ ഈ പല തീരുമാനങ്ങളുടെ പിന്നിലും ഇപ്പോൾ മറ്റേ ഈ നവേര, ഇയാളുടെ ട്രേഡ് അഡ്വൈസർ പീറ്റർ നവേര ഇന്ത്യക്കെതിരെ അതിഭീകരമായ ഭാഷയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അത് ട്രംപിന്റെ ശബ്ദമാണ് ഇത്. അതല്ലെങ്കിൽ പീറ്റർ നവേരയുടെ അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന്റെ നയങ്ങളാണ് ട്രംപിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ നമ്മളതാണ് വെച്ചാൽ ഇയാൾ എത്ര എമർജൻസി ഓർഡേഴ്സാണ് ഒപ്പിട്ടിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ കുത്തിയിരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതെല്ലാം ഈ ഒരു അവിടുത്തെ ഈ പുതിയ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ നടപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇവരിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇനിയുള്ള യുഗം എന്ന് പറയുന്നത് AI-യുടെ യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഗതി ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയുള്ള സാമ്പത്തിക അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിലൂടെ ആധിപത്യം സ്ഥാപിക്കാവുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1,00,000 കമ്പ്യൂട്ടർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അത്ര അധികം കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ഓപ്പൺ AI-യുടെ സാം ആൾട്ട്മാൻ മറ്റേ ChatGPT അനൗൺസ് ചെയ്തത്. ആ സ്ഥാനത്ത് 24,000 GPU ഉപയോഗിച്ചുകൊണ്ടാണ് ചൈന ഡീപ് സീക്ക് ഇറക്കിയത്. ഇപ്പം നമ്മൾ 19,800 GPUs ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു 1-2 മാസത്തിനകം നമ്മളുടെ AI മോഡൽ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഇത് AI നൽകുന്ന വലിയൊരു സൂചനയാണ്. കാരണം AI-യിൽ ഇപ്പോൾ AI പോലും ഒരു വലിയൊരു കുമിളയായിട്ട് പൊട്ടുന്നതിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഇപ്പം ഏത് രാജ്യമാണ് ഇതിനകത്ത് മേൽക്കൈ നേടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല AI-യുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റും, മറ്റ് രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുക. അതേ സമയത്ത് ഇയാളവിടെ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പം ഇയാളുടെ അധികാരത്തിൽ ഏറ്റെടുത്ത് 3-ാം ദിവസം സ്റ്റാർഗേറ്റ് $500 ബില്യൺ ഈ കരാറായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് AI-യിലൂടെ അമേരിക്ക ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ള പദ്ധതിയാണ് ഈ കാണുന്നതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ കാണുന്ന സാധനം. അപ്പോൾ ഇതുകൂടി ചോദിച്ചിട്ട് നമുക്ക് ഇത് നിർത്താം. അതായത് ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ താൽക്കാലികമായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റൽ സർവീസുകളൊക്കെ നിർത്തിവെക്കുകയാണ് ഈ താരിഫ് കൂടി വന്നതോടുകൂടി. അപ്പോൾ അത് വല്ലാതെ ഉലച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. അതിന് സത്യത്തിൽ അത് അത്രത്തോളം നമ്മളെ ബാധിക്കുന്നത്, അതായത് നിലവിൽ വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുൻപിലുണ്ട്, അതിനോളം പോന്നതാണോ ഇപ്പോൾ ഈ പറയുന്ന ഡി മിനിമസ് ഇളവ് വരുന്നത്? അല്ല, അതിനകത്ത് ഒരുപാട് ഈ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിലൂടെ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. ആ കൊടുക്കൽ വാങ്ങലിലൂടെ എത്ര പെർസെൻറ്റേജ് എനിക്കറിയില്ല, ഒരു ഗണ്യമായ പെർസെൻറ്റേജ് ഈ പറഞ്ഞ പോലെ വളരെ ഉദാഹരണത്തിന് ബുക്സ്, ഡോക്യുമെന്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളാണ് ഇങ്ങനെ ഈ കൊറിയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ മരുന്നുകൾ, ഇപ്പം നമ്മളുടെ ആയുർവേദം എല്ലാം എല്ലായിടത്തേക്കും കയറ്റി അയക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും കയറ്റി അയക്കപ്പെടുന്ന നമ്മുടെ ചില ഔഷധങ്ങൾ, ചെറിയ ഔഷധങ്ങൾ, ഇതെല്ലാം ഈ കൊറിയർ സർവീസിലൂടെയാണ്, ഈ പാഴ്സൽ സർവീസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്ന സാധനം. അപ്പോൾ ഇതെല്ലാം നിലയ്ക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ
ഇതൊക്കെ ചിലപ്പം വളരെ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളൊക്കെ ഇങ്ങനെ പാഴ്സൽ സർവീസിലൂടെ കയറ്റി അയക്കുന്ന വളരെ പിന്നെ ഈ എന്താ പറയുക വളരെ മൂല്യങ്ങളുള്ള ചെറിയ സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സാധനങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ആ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം അവരുടേതായിട്ടുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അവരൊരു പ്രതിസന്ധി നേരിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇത് പക്ഷേ നമ്മൾ വലിയ ഇപ്പം മത്സ്യമേഖലയോ അതല്ലെങ്കിൽ IT മേഖലയോ അല്ലെങ്കിൽ കാർ നിർമ്മാണ മേഖലയോ പോലെ നമുക്കിതിനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ മേഖലയിലൊക്കെ ഏർപ്പെടുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില അല്ലെങ്കിൽ വളരെ മൂല്യവത്തായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഈ രീതിയിൽ പാഴ്സലായിട്ട് കയറ്റി അയക്കുന്ന സാധനം. അപ്പോൾ അത്തരം മേഖലകളൊക്കെ പ്രതിസന്ധി നേരിടും. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് സാധനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.